രാവിലെ ഭയങ്കര തണുപ്പും അല്ലേ? രാവിലെ ഭയങ്കര തണുപ്പ്. എന്താ ജലക്ഷാമൊക്കെ രൂക്ഷമായി നമ്മൾ ചെയ്യുക? ആയിക്കോട്ടെ, നേരത്തെ മക്കളെത്തിട്ടോ, മക്കളെത്തി. എന്താ പരിപാടി? എന്താ ചർച്ച? എന്താ ചർച്ച? പലതും ഉണ്ട്, പല ചർച്ചയുണ്ട്. സംഭവം ഒരു വൃക്ഷ, കാര്യങ്ങളൊക്കെ ഒരു വൃക്ഷ. വിലക്കയറ്റം പലതും. ഇപ്പൊ കാര്യപ്പതല്ല, ഉത്സവം വരുന്നുണ്ട്. ആന നിർബന്ധമാണ്. പിന്നെ നേർച്ചയായാലും പൂരായാലും ഒക്കെ ആന ചേർന്ന് ആന ഉറപ്പാണ്. ആന വേണല്ലേ? ആഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേർച്ചയ്ക്കാണെങ്കിൽ കൊടിയിറങ്ങി ആന വേണ്ടേ? അതുമാതിരി അമ്പലത്തില് ആനില്ലാതെ അങ്ങനെ ഞാൻ എന്താ പറഞ്ഞോണ്ടെന്ന് വെച്ചാലേ, തെച്ചിക്കോട് രാമേന്ദ്രനാണ് ഇപ്പൊ നമ്മളെ ഇടയില് 13-14 ലക്ഷം റുപ്യ ആവും. അപ്പൊ നമ്മൾ ഈ 10-300 ആൾക്കാരുണ്ടല്ലോ, വീടുകളുണ്ടല്ലോ ഇവിടെ, കുടുംബം എല്ലാവരും കൂടിയിട്ട് ഒരു 8,000-10,000 മനുഷ്യരൊക്കെ എല്ലാവരും കൊടുക്കേണ്ടി വരും. 8,000 റുപ്യ പറ്റും? അല്ല, എല്ലാവരും കൂടിയിട്ട് ഒരാളൊക്കെ 8,000 വെച്ചെടുക്കേണ്ടി വരില്ലേ? ഭരണ കേക്കോ, ഈ ആന കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ പട്ട പാപ്പാമാര് കാര്യങ്ങൾ കുറച്ച് ചെലവുകാരുണ്ട്. അപ്പൊ എന്തായാലും 10,000-12,000 മനുഷ്യരൊക്കെ എടുക്കേണ്ടി വരും. എന്താ തോന്നുന്നു? ഒരാന കൊണ്ട് എത്ര രൂപ ചെലവ്? അതെ, ഇതൊരു 12,000 റുപ്യ ഉണ്ടാക്കണം, ഞാൻ ഉണ്ടാക്കാം. നിങ്ങള് ഓക്കെ അല്ലേ? പിന്നെ മുരിയേട്ടാ, എന്താ അഭിപ്രായം? നിങ്ങളൊരു 12,000. അതെ, ഞാനേ എന്റെ കാര്യം ലേശം കഷ്ടത്തിലാണ്. മൂപ്പിടി തുടങ്ങിട്ടോ 12,000 ഉറുപ്യ ഞാൻ തരാന്ന് പറഞ്ഞാ നടക്കണ കാര്യം. പൂരം നടക്കണം, പൂരം നടക്കണം. കഷ്ടപ്പാട് ഇങ്ങനെ വിളിച്ചു അല്ല, പൂരം നടക്കണം, പൂരം നടക്കണം. നെച്ചിക്കോട്ട് രാമേന്ദ്രൻ തന്നെ വേണമെന്നൊരു പ്രമാണത്തിലുണ്ടോ? ഏത് ഐതിഹ്യത്തിലാ പറഞ്ഞത്? നമ്മള് കൊണ്ടുവരുമ്പോ നമ്മുടെ നാടിന്റെ ഒരു അല്ല, അതെ, അതിപ്പോ സാധാരണക്കാരായ നമ്മളെ പോലുള്ള ആൾക്കാർ ഒരു 12,000 ഉറുപ്പ്യ, ഞാനൊരു തൊഴിലാളിയാക്കി 12,000 ഉറുപ്പ്യ പൂരത്തിന് പിന്നെ ആനയെ കൊണ്ടുവരാൻ വേണമെന്ന് പറയാൻ എന്റെ കയ്യിലില്ല. ഇതിപ്പോ എല്ലാവരും ഉണ്ടായിട്ടൊന്നല്ല, എല്ലാരും കൊല്ലത്തിലുള്ളൂ. അല്ല, അത് ശരിയാ, സമ്മതിച്ചു. ഞാൻ ചോദിക്കട്ടെ, എന്തിനാ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ട് റിസ്ക് എടുക്കണം? ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ 13 ലക്ഷമോ 14 ലക്ഷത്തിന് ഒരു ആനയെ കൊടുത്തു. ഈ ആന ഓടിയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി എന്താ ചെയ്യുക? എന്താ നമ്മൾ ചെയ്യുക? വല്ല ആരെങ്കിലും മരിച്ചു, ആർക്കെങ്കിലും പിന്നെ നിത്യരോഗിയായി മാറിച്ച ഇതിന് കമ്മിറ്റിക്കാർ സമാധാനം പറയും. മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. കാട്ടാന ഇറങ്ങി വന്ന് എന്തെങ്കിലും അക്രമം കണ്ടേ സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കും. ഇതാര് കൊടുക്കും? കമ്മിറ്റിക്കാരെ നമുക്ക് കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് എൻ്റെ ഫലമായ അംശം, നമ്മൾ ഉത്സവം കഴിക്കുമ്പോൾ ആനയില്ലാതെ കഴിക്കുക. അതാണ് ആൾക്കാർക്കും കുഴപ്പമില്ല. പിന്നെ ആന ഒരു സാധു ജീവിയല്ലേ. ആന വേണ്ട എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയണം, ആന വേണ്ടാന്ന് ഞാൻ പറയില്ല. 13 ലക്ഷമൊക്കെ കൊടുത്തിട്ട് ആനയെ കൊണ്ടേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറയണം. അതൊരു ജീവിയല്ലേ. പറയുന്നൊരു കാര്യം കേട്ടോ. കാരണം എന്താ വെച്ചോ, ഒരു കാടാൻ ഇറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ സമരമായി ഒരാളെ ഒട്ടിക്കൊന്ന. ഇതിപ്പോ ഈ മുല്ലേട്ടൻ പറഞ്ഞ മാതിരി ഒരു പൂരപ്പറമ്പിൽ 3-4 വീട്ടുകാർക്ക് പോയി, ആ വീട്ടുകാർക്ക് പോയി. 13 ലക്ഷം ഉണ്ടെങ്കിലേ അതുകൊണ്ട് ചില പാവപ്പെട്ട വീടില്ലാത്ത ആളുകൾക്ക് വീട് അങ്ങനെ പോരട്ടെ. അങ്ങനെ ആവണം നമ്മുടെ ഉത്സവങ്ങള്, അങ്ങനെ ആവണം. നമ്മൾ മാതൃക കാണിച്ചു കൊടുക്കണം. നമ്മൾ ഇപ്രാവശ്യത്തെ കമ്മിറ്റിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുത്താലോ? അതാവണം. പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുക. അതെ, അങ്ങനെ നിത്യരോഗികൾക്ക് ചികിത്സാ സഹായം കൊടുക്കുക. അങ്ങനെയൊക്കെ ആവണം നമ്മള്. ഇത് ഈ 13 ലക്ഷം കൊടുത്ത ആനയെ കൊടുത്ത ആനയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടിൽ ജീവിക്കേണ്ടതാണ്. ഇതിന്റെ കുറേശ്ശൊക്കെ പൈസ എല്ലാവരും കൂടി എടുക്കുക. വേറെ കാര്യമില്ല, ഇതിന്റെ പവിത്ര വൈദ്യുതി വെച്ച് ഒരു ആംബുലൻസ് കൊടുത്തിട്ട് അതാണ് നമ്മുടെ ഉത്സവം. ഭയങ്കര ഉത്സവം, അതായിരിക്കണം നമ്മുടെ പോളിസി. അപ്പൊ അങ്ങനെ തീരുമാനം ഇതിൽ മാറ്റില്ല.